ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. അതേപോലെ തന്നെ ഇന്നലെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ കുറച്ച് ലെവൽസ് പ്രൊവൈഡ് ചെയ്തായിരുന്നു. എനിക്ക് ഇന്നലെ വീഡിയോ മേക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ നൈറ്റ് ആയപ്പോൾ ഞാൻ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ആ ലെവൽസ് തന്നെ വെച്ച് നമ്മൾ ഇന്നൊരു എൻട്രി പ്ലേസ് ചെയ്തായിരുന്നു. അപ്പോൾ ആ എൻട്രിയും ടാർഗറ്റ് നമുക്ക് കറക്റ്റായിട്ട് ഹിറ്റായി. നമ്മുടെ ടാർഗറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 36 പോയിൻറ്റ്സ് ആയിരുന്നു നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചത്. നമ്മുടെ ടാർഗറ്റ് ഓൾമോസ്റ്റ് 135 പോയിൻറ്റ്സും ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ട്രേഡ് എടുത്ത സമയത്ത് നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് വരും. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവല് വരെയായിരുന്നു ഞാൻ ടാർഗറ്റ് വെച്ചത്. പക്ഷേ ഞാൻ ഈ ഒരു പോയിന്റിൽ തന്നെ ഞാൻ മാർക്കറ്റ് ഇത് വെച്ച സമയത്ത് എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസും വെച്ച സമയത്ത് ഞാൻ വെച്ച ഈ ടാർഗറ്റ് എയിം ചെയ്ത ഗ്രീൻ ഏരിയ ആ ഒരു ഏരിയ വരെ ടച്ച് ചെയ്തില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഇവിടെ തന്നെ ആയിരുന്നു വെച്ചത്. എക്സാക്ട്ലി മാർക്കറ്റ് ആ ഒരു പോയിന്റിൽ തന്നെ വന്നു. അത് ഒരു ലക്കെന്ന് തന്നെ പറയാം നമുക്ക്. പിന്നെയും ഞാൻ ഈ ടാർഗറ്റ് വരെ ഒന്നും ഞാൻ വെയിറ്റ് ചെയ്യാറില്ല. നമ്മുടെ ഓപ്ഷൻ പ്രീമിയം നമുക്ക് ഒരു മൊമെൻറ്റം വരുമ്പോൾ തന്നെ സഡൻ ആയിട്ട് സ്പൈക്കായിട്ട് വരും. അപ്പോൾ നമ്മുടെ ഒരു ഇന്നത്തെ ഏകദേശം ഒരു 55 പോയിൻറ്റ്സ് ഒക്കെ ഈസി ആയിട്ട് ഹിറ്റായി. അപ്പോൾ ഞാൻ ആ ഒരു പോയിൻറ്റ്സ് എത്തുന്ന സമയത്ത് തന്നെ എക്സിറ്റ് ആവും. അല്ലാതെ എക്സാക്റ്റ് ഇൻഡെക്സ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കത്തില്ല. അപ്പം നിങ്ങൾ ആദ്യം പോയിട്ട് ഈ എൻട്രി എടുത്തതിൻ്റെ ലോജിക്ക് കണ്ടിട്ട് വരൂ. ട്രേഡ് ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ട്രേഡ് ആക്റ്റീവ് ആയതിൻ്റെ റീസൺസ് ഞാൻ പറഞ്ഞുതരാം. മോസ്റ്റ്ലി കുറേ ആൾക്കാർ നമ്മുടെ ടെലിഗ്രാമിൽ ചോദിച്ചായിരുന്നു, ബ്രോ എന്താണ് ലൈവ് മാർക്കറ്റ് ടൈമിൽ പറയാത്തത്, ലെവൽസ് എല്ലാം കഴിഞ്ഞ് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻട്രി എടുത്ത് അവിടാണ് എക്സിറ്റ് ചെയ്ത്, അല്ലാതെ ലൈവിൽ ഒരു എക്സ്പ്ലനേഷൻ പറയാത്ത എന്താണെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ തന്നെയാണ് നമ്മളൊരു എൻട്രി പ്ലേസ് ചെയ്തത്. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ 2 മാർക്കറ്റ് ജോയിൻറ്റ് ചെയ്ത ഏരിയ ആണ്. അവിടുന്ന് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആയത് നല്ലൊരു ഈ ഒരു ഹൈ ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഹൈ ഒക്കെ മാർക്കറ്റ് ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്സൈഡിലോട്ട് കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ഒരു പുഷ് കാണാനുള്ള ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ വിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 16 ആണ്. വിക്സ് 16 കൂടെ ആയതുകൊണ്ട് തന്നെ നല്ല വോളറ്റിലിറ്റി, നല്ല മൂവ്മെൻറ്റ്സ് ഞാൻ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നോർമലി എന്ത് ചെയ്യും, ട്രേഡ് ഒരു 12 താഴെയോ അല്ലെങ്കിൽ ഒരു 13 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പെട്ടെന്ന് ട്രേഡ് എക്സിറ്റ് ആവും. നമ്മൾ മാക്സിമം ഒരു 20-30 പോയിൻറ്റ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ എയിം ചെയ്തേക്കുന്നത് ഏകദേശം ഒരു 135 പോയിൻറ്റ്സ് ആണ്. നമുക്ക് എല്ലാ ടാർഗറ്റും കിട്ടുമോ അറിഞ്ഞുകൂടാ. ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്ന് എനിക്കൊരു മാർക്കറ്റ് റിവേഴ്സ് ആവുന്നയോ അല്ലെങ്കിൽ ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സോ കാണിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് എക്സിറ്റ് ആവുന്നതാണ്. അപ്പോൾ ലോജിക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. മാർക്കറ്റ് ഈ ഒരു ലൈനിൽ ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡിലോട്ട് പോയപ്പോൾ റീറ്റെയിലേഴ്സ് കുറേ ആൾക്കാർ മാർക്കറ്റ് ഇനിയും ഡൗൺ സൈഡിലോട്ട് പോകും, അതേപോലെ ഈ ഒരു ഏരിയയിൽ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് പിന്നെയും റിജക്ഷൻ കാണിച്ചു. പക്ഷേ റീറ്റെയിലേഴ്സിനെ മാർക്കറ്റ് ട്രാപ്പ് ചെയ്തുകൊണ്ട് തന്നെ മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് മൂവ് തന്നു. അപ്പ് സൈഡിൽ മൂവ് തന്നപ്പോൾ ഞാൻ എടുത്തില്ല, ഈ ഒരു ഏരിയയിലോട്ട് ഞാൻ എടുത്തില്ല. ഞാൻ കറക്റ്റായിട്ട് എടുത്തൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഇവിടെ കറക്റ്റായിട്ട് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ഇനി ഫർദർ അപ്പ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ കുറച്ച് ലെവൽസായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് ഇന്നലെ തന്നെ നമ്മൾ വീഡിയോയിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ഫോട്ടോ ആയിരുന്നു ഈ ലെവൽസൊക്കെ. അപ്പോൾ ആ ലെവൽസിനെയൊക്കെ മാർക്കറ്റിനെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, അവിടെയൊക്കെ സ്ട്രോങ് റിജക്ഷൻസ് കാണിക്കുന്നു. ഈ ഒരു ക്യാൻഡലിൻ്റെ ഈ ഒരു ലെവലിൻ്റെ മുകളിലൊക്കെ മാർക്കറ്റ് കുറച്ച് നേരം കൂടി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എയിം ചെയ്യാൻ പറ്റും മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ട് എത്തുന്നത്. ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാർക്കറ്റ് ഫർദർ അപ്പ് സൈഡിലോട്ട് ഈ ഒരു ഇന്നത്തെ ഹൈയിലേക്ക് മാർക്കറ്റ് ടേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ഹൈയിൽ നിന്ന് മാർക്കറ്റ് ഫർദർ മോർ അപ്വേർഡ്സ് ആയിട്ട് ഈ ഒരു ഏരിയ വരെയൊക്കെ പോകാനുള്ള ചാൻസസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിന് മുകളിലാണ് മാർക്കറ്റ് ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് ഡേ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുക നമുക്ക് ജസ്റ്റ് നോക്കാം. നമ്മുടെ പ്രീവിയസ്ലി നമ്മൾ ലൈവ് മാർക്കറ്റിൽ നമ്മൾ റെക്കോർഡ് ചെയ്തൊരു വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ലോജിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ പ്രീവിയസ് സ്റ്റഡി പർപ്പസ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള എൻട്രികൾ തന്നെയാണ് നമ്മൾ എൻട്രികൾ പ്ലേസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തും. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മാർക്കറ്റിൽ സക്സസ്ഫുൾ ആവാമെന്നൊരു കാര്യം ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം കംപ്ലീറ്റ്ലി മാർക്കറ്റിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ക്ലിയർ ആയിരിക്കണം. നമ്മുടെ
ഒരു മെൻ്റൽ സ്ട്രെങ്തും കൂടി വേണം മാർക്കറ്റിൽ നമുക്ക് കറക്റ്റായിട്ടിരിക്കാൻ. നമുക്ക് എത്ര ഞാൻ എല്ലാവരും എന്നോട് ചോദിക്കുന്നതാണ് 95% ആക്യുറസി ഉള്ള സ്ട്രാറ്റജി, 80% ആക്യുറസി ഉള്ള സ്ട്രാറ്റജി ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് പ്രോഫിറ്റബിൾ ആവുന്നില്ല ആൾക്കാർ? അവർക്കറിയാം അവർ എടുക്കുന്ന ട്രേഡിൻ്റെ 100 ട്രേഡ്സ് എടുത്താൽ അതിൽ 95 ട്രേഡ്സും റൈറ്റാണ്. എന്നിട്ട് എന്തുകൊണ്ട് അവർ ലോസ് ഉണ്ടാക്കുന്നു? അപ്പോൾ നിങ്ങൾ എടുക്കുന്ന എല്ലാ ട്രേഡും നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി ബേസ്ഡ് ആണോ നിങ്ങൾ ആദ്യം ചിന്തിക്കണം. നിങ്ങൾ ഓരോ ദിവസം പോയിട്ട് ഓരോ സ്ട്രാറ്റജി രീതിയിലുള്ള എൻട്രികൾ അങ്ങനെ പ്ലേസ് ചെയ്യുന്നവരുണ്ട്. ഞാനും അങ്ങനെയാണ് പ്ലേസ് ചെയ്യാറ്. ഞാൻ എല്ലാ ദിവസവും ഞാൻ മൈൻഡിൽ ഇന്നലെ തീരുമാനിച്ച് വെച്ചേക്കുന്ന സ്ട്രാറ്റജി ഉപയോഗിച്ചല്ല ഞാൻ എൻട്രി എടുക്കുന്നത്. ഞാൻ മോസ്റ്റ്ലി എൻട്രി എടുക്കുന്നത് അപ്പോഴത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിനനുസരിച്ച് എൻ്റെ എൻട്രികൾ സ്വിച്ച് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ലെവലിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ ആ ഒരു ലെവൽ എത്തുന്നവരെ മാർക്കറ്റുമായിട്ട് നിങ്ങളൊരു ടച്ച് വേണം. മാർക്കറ്റുമായിട്ടുള്ളൊരു ഇമോഷൻ നിങ്ങൾക്ക് വർക്ക് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു 1 lakh ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അല്ല നിങ്ങൾ കറക്റ്റായിട്ട് പെർസെൻറ്റേജ് വെക്കേണ്ടത്. നിങ്ങൾക്ക് എത്ര ലോസ് ബെയർ ചെയ്യാൻ പറ്റും ആ ഒരു ലോസിന് മാത്രമുള്ള ലോഡ് സൈസ് നിങ്ങൾ എടുക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ഹാഫ് ഇമോഷൻസ് അവിടെ മാറും. അന്നത്തെ ദിവസം ആ പ്രീമിയം 0 rupees ആയി കഴിഞ്ഞാൽ പോലും എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ക്യാപിറ്റൽ നെക്സ്റ്റ് 10 daysോ നെക്സ്റ്റ് 20 daysോ ട്രേഡ് ചെയ്യാനുള്ള ക്യാപിറ്റൽ എൻ്റെ കയ്യിലുണ്ടെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനു പേടിക്കണം മാർക്കറ്റിനെ? അല്ലേ? അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. മോസ്റ്റ്ലി പിന്നെ ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമാണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടും ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ഇന്ന് എൻട്രി എടുത്ത ഒരു എൻട്രി മോഡൽ നിങ്ങൾ ജസ്റ്റ് നോക്കും. എത്ര നേരം നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്തോട്ട് മാർക്കറ്റ് വന്നു. നമ്മുടെ വ്യൂവും നമ്മുടെ അനാലിസിസും കറക്റ്റ് ആണെങ്കിൽ മാർക്കറ്റ് ഒരിക്കലും നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്തോട്ട് പോലും മാർക്കറ്റ് വരത്തില്ല. അല്ലേ? നമ്മുടെ അനാലിസിസ് കറക്റ്റ് ആണെങ്കിൽ മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ എൻട്രി എടുത്ത ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ബുള്ളിഷാണ്. അപ്പോൾ മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് തിരിച്ച് വന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ മോസ്റ്റ്ലി എല്ലാ റീറ്റെയിലേഴ്സിൻ്റെയും മെൻറ്റാലിറ്റിയിലല്ല നമ്മൾ ട്രേഡ് എടുക്കുന്നത്. നമ്മൾ മോസ്റ്റ്ലി ട്രേഡ് എടുക്കുന്നത് റീറ്റെയിലേഴ്സിന് എഗെയിൻസ്റ്റ് ആണ്. അപ്പം മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമുക്ക് റൈറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ചാൻസ് വരുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മളൊരു ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുക്കുന്ന ആളോ റീടെസ്റ്റിൽ എൻട്രി എടുക്കുന്ന ആളോ ഇല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് മാർക്കറ്റ് അപ്സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുന്ന ആളോ എന്തെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് എൻട്രി എടുക്കുന്ന ആൾക്ക് നമുക്ക് പറയാൻ പറ്റും അദ്ദേഹം എടുത്ത പോയിന്റിന് കുറച്ച് താഴോട്ട് മാർക്കറ്റ് വരാനുള്ള ചാൻസ് കാണുമെന്ന്. പക്ഷേ നമ്മൾ എടുക്കുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ റീടെസ്റ്റിംഗ് കഴിഞ്ഞ് മാർക്കറ്റ് അപ്സൈഡിലോട്ട് സഡനായിട്ട് മൂവ്മെൻറ്റ് തരുന്ന സമയത്ത് നമ്മൾ അപ്സൈഡിലോട്ട് എൻട്രികൾ എടുക്കത്തുള്ളൂ. മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മൾ എൻട്രികൾ പ്ലേസ് ചെയ്യത്തുള്ളൂ. അല്ലേ? അപ്പം മോസ്റ്റ്ലി നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഏരിയയിലോട്ടൊക്കെ മാർക്കറ്റ് കുറേ നേരം കിടന്ന് ട്രേഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മോസ്റ്റ്ലി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനായിരിക്കും ഇന്ന് വരുന്നത്. എന്നിട്ടും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് ആൾക്കാർ ട്രേഡ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസുകളിൽ ക്ലിയർ ആയിട്ട് കട്ട് ചെയ്ത് മാറാനും ടാർഗറ്റുകളിൽ ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യാനും ടാർഗറ്റുകളെ ട്രയൽ ചെയ്ത് പോകാനും. അപ്പോൾ എനിക്ക് ഈ ഒരു പോയിന്റ് വരെ ടാർഗറ്റ് ഉണ്ടെങ്കിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല മാർക്കറ്റ് എത്ര മൂവ്മെൻറ്റ് വരും. മാർക്കറ്റ് ഇന്ന് നമ്മൾ വിക്സ് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ആ പാർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഇന്നത്തെ വിക്സ് ഹൈ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് തരാനുള്ള ചാൻസ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റി തന്നെ നോക്കൂ 1.67% ഇന്നത്തെ ദിവസം മൂവ് തന്നു. അതേപോലെ നിഫ്റ്റിയും ഓൾമോസ്റ്റ് ഒരു 0.5% മുകളിലുള്ള മൂവ്മെൻറ്റ് നമുക്ക് തന്നു. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം വിക്സ് കൂടി നിൽക്കുകയാണ്, മാർക്കറ്റ് വോളറ്റൈലാണ്, മാർക്കറ്റ് മൂവ്മെൻറ്റ് തരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തിന് നമ്മൾ 50 പോയിൻറ്റ്സോ ഇല്ലെങ്കിൽ ഒരു 30 പോയിൻറ്റ്സ് എത്തുമ്പോൾ കട്ട് ചെയ്ത് മാറണം? ഇത്രയും പോയിൻറ്റ് ഏകദേശം ഈ ഒരു പോയിൻ്റ് എത്തുമ്പോൾ ആൾക്കാർ കട്ട് ചെയ്ത് മാറും. അപ്പോൾ മാക്സിമം പ്രോഫിറ്റിൽ നിങ്ങൾ കട്ട് ചെയ്ത് മാറാതിരിക്കുക. ലോസസിന് നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റുക, പ്രോഫിറ്റ്സിനെ നിങ്ങൾ ട്രയൽ ചെയ്തുകൊണ്ട് പോവുക. ഇപ്പം നിങ്ങൾക്ക് 135 പോയിൻറ്റ്സ് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി. ഈ 135 പോയിൻറ്റ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു ലെവലിന് മുകളിൽ ഞാൻ ആ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞായിരുന്നു, ഈ ഒരു ലെവലിന് മുകളിൽ 23,392 മുകളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഫർദർ അപ്വേർഡ് മൂവ് തന്നെ നമുക്ക് പിന്നെയും കാണാൻ പറ്റും. അപ്പോൾ ആ മൂവ്മെൻറ്റ് നമുക്ക് ക്യാച്ച് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പ്രോഫിറ്റിന് ഒരു 50% നമ്മൾ
ഒരു ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാക്കിയ പ്രോഫിറ്റിൻ്റെ 50% കാണിച്ച് കഴിഞ്ഞാൽ ലോസ് കാണിച്ചാൽ മാത്രമേ, ഇപ്പോൾ ഈ ഒരു ഏരിയ വരെ എത്തിയപ്പോൾ നമുക്കൊരു 1000 റുപ്പീസാണ് പ്രോഫിറ്റ് എങ്കിൽ 500 റുപ്പീസ് പ്രോഫിറ്റ് ആകുമ്പോഴേ ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ. ഇല്ലെങ്കിൽ മാർക്കറ്റിന് ഞാൻ അലോ ചെയ്യുവാണ്, മൂവ് ചെയ്യട്ടെ, അപ്സൈഡിലോട്ട് മൂവ് ചെയ്യട്ടെ. അപ്പോൾ അങ്ങനത്തെ റിസ്ക് എടുക്കുന്നത്, അല്ലാതെ സ്റ്റോപ്പ് ലോസ് കഴിഞ്ഞിട്ടും വെച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് കയറുന്നു, എന്തെങ്കിലും ഒരു ദൈവഭാഗ്യത്തിനോ ഏതെങ്കിലും ഒരു ഭാഗ്യത്തിനോ പോയിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് നമ്മൾ വെച്ചുകൊണ്ടിരുന്ന ഭാഗ്യത്തിന് പോയി കോസ്റ്റിന് മുകളിൽ പോയി ക്ലോസ് ചെയ്ത് കഴിയുമ്പം അതെന്തോ നമ്മുടെ മിടുക്കാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് വളരെ തെറ്റാണ്. നമ്മൾ പ്രോഫിറ്റ് ഉള്ള സമയത്ത് നിങ്ങൾ മാക്സിമം ആ പ്രോഫിറ്റിനെ റൈഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ ദിവസം നമ്മൾ ഈ ഒരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെന്ന് വിചാരിച്ച് നമ്മൾ ഓൾമോസ്റ്റ്ലി ഈ ഒരു ഏരിയയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറേണ്ട വന്നു. പക്ഷേ നെക്സ്റ്റ് കമ്മിങ് ഡേയ്സിൽ നമ്മളൊരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നമ്മൾ ഇതേപോലെ ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് സംടൈംസ് ഈ ഒരു ലെവൽസ് കണക്കുള്ള വേറെ ലെവലുകൾ ബ്രേക്ക് ചെയ്യുമ്പോൾ മാസീവായിട്ടുള്ള അപ്സൈഡിലോട്ടുള്ള മൂവ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ തന്നെ കണ്ടിട്ടില്ലേ ബാങ്ക് നിഫ്റ്റിയിൽ 1500 പോയിൻറ്റ്സ് മൂവ് തരുന്നത്. അപ്പോൾ അങ്ങനത്തെ മൂവുകൾ നമുക്ക് ക്യാച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോഫിറ്റ്സിനെ കട്ട് ചെയ്ത് മാറാനല്ല പറയുന്നത്, പ്രോഫിറ്റ്സിനെ ട്രയൽ ചെയ്ത് മാറ്റുക. അപ്പോൾ നമുക്ക് ഇനി ഈ കാര്യങ്ങളെല്ലാം വിടാം. നമുക്ക് നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോയും അതേപോലെ വീക്ക്ലി നിഫ്റ്റിയുടെ അനാലിസിസ് വീഡിയോയും നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം. കൂടുതൽ ആൾക്കാർ സെൻസെക്സ് എടുക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് സെൻസെക്സിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മൾ ചെയ്യാത്തത്. കാരണം എന്ന് പറഞ്ഞാൽ സെൻസെക്സ് ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ്. സ്റ്റോപ്പ് ലോസുകൾ അതേപോലെ തന്നെ കുറേ ക്യാൻഡിൽസ് ഒക്കെ ഫേക്ക് ഔട്ട്സ് ഒക്കെ തരാനുള്ള കൂടുതൽ ചാൻസ് ഹൈലി വോളറ്റൈലാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എൻട്രി എടുക്കുന്നു, പ്രീമിയം ചിലപ്പം ഷഡേ എന്ന് പറഞ്ഞ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അത് എക്സ്പയറി ഡേയുടെ കാര്യമല്ല മാത്രമല്ല ഞാൻ പറയുന്നത്, ഓൾമോസ്റ്റ് എല്ലാ ഡേയ്സിലും സെൻസെക്സിൻ്റെ പ്രീമിയംസ് ആ ഒരു രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ സെൻസെക്സിനെ ബാങ്ക് നിഫ്റ്റിയെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കുന്ന സമയത്ത് അവരെയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പരിഗണിക്കുക. അപ്പോൾ ഒന്നുകിൽ ബാങ്ക് നിഫ്റ്റി ഇല്ലെങ്കിൽ സെൻസെക്സിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണ്, ചിലപ്പം നിഫ്റ്റി മൂവ്മെൻറ്റ് തരുന്നതിന് മുന്നേ തന്നെ അപ്സൈഡിലോട്ടുള്ള മൂവ്മെൻറ്റ് ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സും തരും. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നിഫ്റ്റിയിലേക്കുള്ളൊരു എൻട്രി നോക്കാൻ വേണ്ടി നമ്മൾ നിഫ്റ്റിയിലെ സ്റ്റോക്കുകൾ നോക്കുന്ന കണക്ക് തന്നെ ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സും കൂടി ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ടൈം കളയുന്നില്ല, കുറേ വീഡിയോ നല്ല ലെങ്ത് ആവാനുള്ള ചാൻസായി. അപ്പോൾ നമുക്ക് നേരെ നാളത്തേക്കുള്ള അനാലിസിസ് വീഡിയോയും അതേപോലെ തന്നെ നമ്മുടെ വീക്ക്ലി അനാലിസിസ് വീഡിയോയിലേക്കും പോകാം. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ കയറിയിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, കയറുക, ജോയിൻ ചെയ്യുക. നമ്മളവിടെ കോൾസോ ഒരു കാര്യങ്ങളോ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ ടെലിഗ്രാം ഐ ഡി അവിടെ ഉണ്ട്, നിങ്ങൾ അവിടെ ചെന്നിട്ട് എനിക്ക് മെസ്സേജ് ഇടുക. ഞാൻ ടൈമുള്ള സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനും കൂടി കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമ്മൾ നിഫ്റ്റിയിലേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഇപ്പോൾ പ്ലോട്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാളത്തേക്കും പിന്നെ നമ്മുടെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞത് കണക്ക് തന്നെ മാർക്കറ്റ് ഈ ഒരു ലെവലിന് മുകളിൽ 23,392 എന്ന് പറയുന്ന ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ മാർക്ക് ചെയ്ത ഏകദേശം ഇതേ ലെവൽ തന്നെയാണ്, 23,392 തന്നെയാണ്. ആ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നമ്മൾ കാണേണ്ടതാണ്. അതിന് മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ വീക്കിലേക്ക് നമ്മൾ എയിം ചെയ്യുന്ന ടാർഗറ്റാണ് 23,641 എന്ന് പറഞ്ഞൊരു ടാർഗറ്റ്. അപ്പോൾ ആ ഒരു ഏരിയയിലോട്ട് അക്കംപ്ലിഷ് ആവുന്നതിന് മുന്നേ തന്നെ നമുക്കറിയാം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് എപ്പോഴും ഒരു അപ്പ് സൈഡിലോട്ട് പോകണമെങ്കിൽ ഒരു ഡൗൺ സൈഡിലോട്ട് വന്നിട്ടേ മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് ഡൗൺ സൈഡിലോട്ട് വന്നിട്ടായിരിക്കാം അപ്പ് സൈഡിലോട്ട് പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. നാളത്തേക്ക് നിങ്ങൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട 2 ലെവൽസാണ് നമ്മൾ പറയുന്നത്. 23,391 അതേപോലെ ഡൗൺ സൈഡിലോട്ട് നമ്മൾ നോക്കുന്ന ലെവൽ 23,325. വേണമെങ്കിൽ ഇന്ന് സംഭവിച്ച കണക്ക് തന്നെ മാർക്കറ്റ് ഡൗൺ സൈഡിൽ ഓപ്പൺ ചെയ്തിട്ട് ഫെർദർ മോർ ഡൗൺ സൈഡിലോട്ട് വരാം. ഈ ഒരു ലെവലൊക്കെ ടേക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ട് മാർക്കറ്റിന് ഫേക്ക് ഔട്ട് ചെയ്തിട്ട് അപ്പ് സൈഡിലോട്ട് പോവാം. അതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നത് കണക്ക് 3 കണ്ടീഷൻസ് നമ്മൾ വെച്ച് പറയണം. ഫ്ലാറ്റ് ഓപ്പൺ, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ, ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ. ഫ്ലാറ്റ് ഓപ്പൺ ആണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് തന്നെ മാർക്കറ്റ് ട്രേഡ് ചെയ്തതിന് ശേഷം ബ്രേക്ക് തരികയാണെങ്കിൽ നമുക്ക് അപ്പ് സൈഡിലോട്ട് ഒരു എൻട്രി നോക്കാം. ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആണെങ്കിലും
പ്രൈസ് ആക്ഷൻ രീതിയിൽ പിന്നെയും മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് വരുന്നതായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ, പ്രൈസ് ആക്ഷൻ രീതി എന്ന് പറഞ്ഞാൽ സെയിം സംഭവം തന്നെ. പ്രൈസ് ആക്ഷൻ രീതിയിലാണ് താഴോട്ട് വരുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിലോട്ടൊക്കെ എത്തുന്നതായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണെങ്കിലും അവിടുന്ന് ഇങ്ങനെ പ്രൈസ് ആക്ഷൻ രീതിയിലും മാർക്കറ്റ് മുകളിലോട്ട് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ ഫർദർ മോർ അപ്വേർഡിലോട്ട് പോകാനുള്ള ചാൻസ് നമ്മൾ കാണുന്നു. അതേപോലെ തന്നെ ഇന്ന് ചെയ്തത് കണക്ക് തന്നെ വിക്സിനെ കീനായിട്ട് വാച്ച് ചെയ്യുക. കാരണം വിക്സ് ഹൈ ആയിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ വോളറ്റിലിറ്റി ഉണ്ട്, മാർക്കറ്റിൽ നല്ല മൂവ്മെൻറ്റ്സ് വരാനും നമുക്ക് പറയാൻ ചെയ്യാം. അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്സ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ നമ്മുടെ അനാലിസിസ് വീഡിയോ ഇത്രയേ ഉള്ളൂ. കറക്റ്റ് ലെവൽസ് നിങ്ങൾ ഫോളോ ചെയ്യുക. നമ്മുടെ പ്രീ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ആണ് നമ്മുടെ മെയിൻ ബേസ്. നമ്മൾ ആ ഒരു ബേസ് വെച്ചിട്ടാണ് നമ്മൾ ഒരു വീട് പണിയുന്നതിൻ്റെ സമയത്ത് നമ്മൾ പില്ലർ ആദ്യം വെക്കുന്നു. അതിന് ശേഷമാണ്, ആ പില്ലർ വെച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കി എല്ലാ പണിയും ചെയ്യുന്നത്. അപ്പം നമ്മൾ മാർക്കറ്റിൽ നമ്മൾ അതേപോലെ ചിന്തിക്കുക. നമ്മൾ പ്രീ മാർക്കറ്റിൽ മാർക്കറ്റിനെ കീനായിട്ട് വാച്ച് ചെയ്ത് നമ്മുടെ നാളത്തേക്കുള്ള പ്ലാൻസ് എന്തൊക്കെ ആയിരിക്കണം എന്നെല്ലാം മൈൻഡിൽ നമ്മൾ ഉറപ്പിച്ച് വെച്ചതിന് ശേഷം മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് ഏത് രീതിയിലുള്ള പ്ലാനാണ് നമുക്ക് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് ചിന്തിച്ച് ട്രേഡിലോട്ട് എൻ്റർ ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ബൈ.